സംസ്ഥാനത്ത് പിടിയിലായ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ നാടുകടത്തും. പിടിയിലായവർക്ക് ഭീകരവാദ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്ന് കണ്ടെത്തൽ. കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതി ലഭിച്ച ശേഷം എല്ലാവരെയും ബംഗ്ലാദേശിലേക്ക് അയക്കും. വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി പറവൂരിൽ തങ്ങിയിരുന്ന 27 ബംഗ്ലാദേശ് സ്വദേശികളായിരുന്നു പോലീസിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ പരിശോധനയിൽ വെള്ളിയാഴ്ച പുലർച്ചെ പിടിയിലായത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പിടിയിലായ ബംഗ്ലാദേശികളെ നാട് കടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. 27 പേരെയാണ് നാട് കടത്തുന്നത്. ഇവരെല്ലാം അവരുടെ സ്വദേശത്തേക്ക് മടങ്ങുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ? രേഷ്മ ബാബു. വിനോദ്, നാട് കടത്തുവാനായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കും വരെ മറ്റ് പ്രത്യേക ക്യാമ്പുകളിൽ പാർപ്പിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അധികൃതർ നിലവിൽ കടന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും വരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുക. നേരത്തെ തന്നെ പോലീസും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് വിഭാഗവും ഇവരുടെ പശ്ചാത്തലം പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ഈ ബംഗ്ലാദേശികൾക്കൊന്നും തന്നെ ഭീകരവാദ ക്രിമിനൽ പശ്ചാത്തലങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയോടുകൂടി നാട് കടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ലഭിച്ച ശേഷമായിരിക്കും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. അതുവരെ പ്രത്യേക ക്യാമ്പിൽ ഇവർ തുടരുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പറവൂരിൽ നിന്നും 27 ബംഗ്ലാദേശികളെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ അടക്കം പിടികൂടിയിട്ടുള്ളത്. ഓപ്പറേഷൻ ക്ലീൻ പരിശോധനയിലായിരുന്നു ഇത്തരത്തിൽ ഒരു ബംഗ്ലാദേശികളെ കൂട്ടമായിട്ട് പിടികൂടിയ സംഭവം ഉണ്ടായത്. നേരത്തെയൊക്കെ തന്നെ നമുക്കറിയാം, എറണാകുളത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നും 1ഉം 2ഉം അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന രീതിയിൽ 1ഉം 2ഉം ബംഗ്ലാദേശികളെ ഒക്കെ തന്നെ പിടികൂടിയിരുന്നു. ആദ്യമായിട്ടാണ് 27 ബംഗ്ലാദേശികളെ ഒരുമിച്ച് പിടികൂടിയത്. ഇവരുടെ പശ്ചാത്തലമൊക്കെ പരിശോധിച്ച സമയത്ത് വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ള കണ്ടെത്തലാണ് നിലവിൽ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിനടക്കം ലഭിച്ചിരിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ സഹിതമായിരുന്നു ഇവർ പറവൂരിൽ തങ്ങിയിരുന്നത്. വിവിധ ഭാഷാ തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഈ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട്, വ്യാജമായിട്ട് തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ തങ്ങുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പുഴമാർഗം കടന്നാണ് കേരളത്തിലേക്ക് ഇവർ എത്തിയത്. നേരത്തെ തന്നെ ബംഗ്ലാദേശി യുവതിയെ ഇത്തരത്തിൽ പിടികൂടപ്പെട്ടിരുന്നു. 10 പേരോളം, യുവതിയോടൊപ്പം 10 ബംഗ്ലാദേശികളെയും പിടികൂടിയിരുന്നു. അവരും സമാനമായിട്ടുള്ള രീതിയിൽ കേരളത്തിലേക്ക് എത്തിയതാണ്. ആദ്യം ബോട്ട് മാർഗം പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നു, അതിനുശേഷം കേരളത്തിലേക്ക് എത്തും. ബംഗാളികൾ എന്നുള്ള ഒരു വ്യാജേന അത്തരമുള്ള തിരിച്ചറിയൽ രേഖകൾ സഹിതമാണ് ഇവർ പലയിടങ്ങളിലും താമസിച്ചിരുന്നത്. ഇവർക്ക് കെട്ടിടങ്ങൾ നൽകിയിരുന്നവരും ഇവരെ കുറിച്ചുള്ള പശ്ചാത്തലം അവർക്ക് അറിയായിരുന്നു. അതായത് നുഴഞ്ഞുകയറ്റക്കാരാണ്, ബംഗ്ലാദേശികളാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് കെട്ടിടം അടക്കം വാടകയ്ക്ക് നൽകിയ വ്യക്തികൾക്കും അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് താമസ സ്ഥലം അടക്കം ഒരുക്കുന്നവർക്കെതിരെ അവരെ കേന്ദ്രീകരിച്ചു കൂടി ഒരു അന്വേഷണത്തിലേക്ക് പോലീസും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് വിഭാഗവും കടന്നിരിക്കുകയാണ്. മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് സൂചന. എന്തായാലും നിലവിൽ ഇവർക്ക് ക്രിമിനൽ ഭീകരവാദ പശ്ചാത്തലം ഇല്ല എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നാട് കടത്തുവാനായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. അതുവരെ, അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്നത് വരെ പ്രത്യേക ക്യാമ്പിൽ ഇവരെ പാർപ്പിക്കുകയും ചെയ്യും. വിനോദ്, തീർച്ചയായും പറവൂരിൽ നിന്നടക്കം പിടികൂടിയ 27 ബംഗ്ലാദേശികളെ നാട് കടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടിയാവും ഇവരെ നാട് കടത്തുക. ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.